നടി സോണിയ മൽഹാർ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിയ സംവിധായകൻ ശ്യാംനാഥ്. കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതിനാലാണ് വാസവദത്ത എന്ന തന്റെ സിനിമയിൽ നിന്ന് സോണിയയെ ഒഴിവാക്കിയതെന്ന് ശ്യാംനാഥ് പറഞ്ഞു. ആരോപണം ഉന്നയിക്കാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അവർക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷൻ വന്ന് കാണും. ഈ ഫ്രസ്ട്രേഷൻ വന്നതെന്ന് പറയുന്ന കൂട്ടത്തിലൊക്കെ ഇരിക്കട്ടെ ഒന്ന് ഇവിടെയും എന്ന് കരുതിയിട്ട് ആ ഒരു രീതിയിലേക്ക് പറഞ്ഞല്ലാതെ ഈ ഒരു രീതിയിൽ അവരോട് അത് അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ആര്യ ചോദിക്കുന്നുണ്ട്, അവതാരിക ആര്യ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മാറ്റിയെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ പറയുന്നുണ്ട്, ഈ കക്ഷി പറയുന്നുണ്ട് അത് പ്രൊഡ്യൂസർക്ക് എന്തോ ശരീരം വേണമായിരിക്കും, മേ ബി എനിക്ക് അറിയില്ല. ഈ പ്രൊഡ്യൂസർ എന്ന് പറയാൻ അന്നൊരു ആക്ച്വലി ഒരു പ്രൊഡ്യൂസർ ഇല്ല, ഞങ്ങളൊക്കെ കൂടിയാണ് ആ സാധനം ഒരു പ്രൊഡക്ഷൻ എന്ന രീതിയിൽ കൊണ്ടുപോകുന്നത്, ഇപ്പോഴും കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. പിന്നെ ഒരു പ്രൊഡ്യൂസറും അങ്ങനെ ശരീരം ആവശ്യപ്പെടുന്ന രീതിയിലോ ഞാൻ ആവശ്യപ്പെട്ടതായിട്ട് ഇതൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ പ്രൊഡ്യൂസർക്ക് ശരീരം വേണമെന്നായിരിക്കും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അറിയാതെ പറയാൻ പാടില്ലല്ലോ, അതൊരു കാര്യമാണല്ലോ. മേ ബി എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കേൾക്കുന്നവരെന്താ ഇത് നമ്മളവരോട് ആ രീതിയിൽ ആരുടെയെങ്കിലും റൂമിൽ പോകാനായിട്ട് പ്രേരിപ്പിച്ച് കാണും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കാണുമെന്നല്ല സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസറും ഇല്ല, അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുമില്ല. പ്രധാനപ്പെട്ട 2 ഡിസ്ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടായിരുന്നത്: ഒന്ന്, അവർക്ക് ഡാൻസ് അറിയില്ല, ഒട്ടും അറിയില്ല; 2, അവർ ഏജ് ഓവറായിരുന്നു. അതുകൊണ്ടാണ് അവരെ മാറ്റാം എന്നുള്ള തീരുമാനം വന്നത്. പക്ഷെ അതുകൊണ്ട് അവർക്ക് വന്ന ഫ്രസ്ട്രേഷനുണ്ട്. അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പം ഞാൻ അയച്ച വാട്സാപ്പ് ഇതിന് കക്ഷി പറഞ്ഞ് എന്നോട് ഇത്തണ്ട ദ്രോഹം ഇങ്ങനെ എല്ലാവരും ചെയ്തിട്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോകില്ലേ ചേട്ടാന്നാണ് അവൾ തിരിച്ചെന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു, നിനക്ക് ശ്വാസം മുട്ടി മരിക്കാൻ നിൽക്കുന്ന അവസ്ഥ എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് എന്നെ ശ്വാസം മുട്ടിക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് പറഞ്ഞ് ഞാനും മെസ്സേജ് അയച്ചു. അതിന് മറുപടി അയച്ചിട്ടുമില്ല, അതവിടെ തീർന്നു. പക്ഷേ എനിക്കത് പൊതുസമൂഹത്തോട് പറയണമെന്നൊരു കാര്യമുണ്ട്. അതെന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ അവളെ പരിഗണിച്ചു എന്നുള്ള സത്യമാണ്. അതിന് മുന്നേ പിന്നെ ഈ ചേർത്തൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ കക്ഷിയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഷാൻ സലീം എന്ന് പറയുന്ന ഈ മാനേജർ അന്ന് ഒരു ക്രിമിനൽ മറ്റേ കേസ് അന്വേഷണത്തിന് ഇൻട്രോഗേഷൻ്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ചോ ലോക്കൽ പോലീസൊക്കെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് എന്നോട് ചോദിച്ചിരുന്നത്. പീഡന പരാതി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലല്ല, പീഡിപ്പിക്കപ്പെടാനായിട്ട് അവരെ കിട്ടാത്തതുകൊണ്ടായിരിക്കാം മാറിയതെന്നാണ് അവർ പറയുന്നത്. അതാണ് പറഞ്ഞത്. അതായത് പ്രൊഡ്യൂസർക്ക് ശരീരം കൊടുക്കാനും വഴങ്ങാത്തതുകൊണ്ടായിരിക്കാം, മേ ബി എനിക്ക് അറിയില്ല എന്ന്. ഞാൻ പറയുന്നത് അറിഞ്ഞിട്ട് വേണ്ട പറയാൻ. അതാണ് അവർ എന്നെ മാറ്റി, എനിക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ ചോദിച്ചാൽ ചോദിച്ചു, അവർ പറഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് ചോദിച്ചില്ല എന്ന് പറയേണ്ടടുത്ത് പ്രൊഡ്യൂസർക്ക് ശരീരം കൊടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആ ബൈറ്റ് ശ്രദ്ധിച്ചാലറിയാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആക്ച്വൽ പ്രൊഡ്യൂസർ ഇല്ല, അന്നുമില്ല, ഇന്നുമില്ല.